ഹായ്, ഞാൻ സബിൻ സക്കറിയ. ഹൃദയത്തിൽ വേരൂന്നിപ്പോയവർ എന്ന പുസ്തകത്തിൻ്റെ റൈറ്ററാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഇന്ന് ജൂൺ 19, വായനാ ദിനം. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ PN പണിക്കരുടെ ചരമദിനത്തിൻ്റെ ഓർമ്മയ്ക്കാണ് നമ്മൾ ഈ ദിവസം വായനാ ദിനമായി ആചരിക്കുന്നത്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ എങ്ങനെയാണ് ഈ വായനാ ലോകത്തേക്ക് എത്തിയതെന്ന്. തീർച്ചയായിട്ടും എല്ലാവരെ പോലെ തന്നെ കുട്ടിക്കാലത്ത് വീട്ടിലെ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും പറഞ്ഞു തന്ന കുഞ്ഞു കുഞ്ഞ് കഥകളിൽ നിന്നാണ് എനിക്ക് അക്ഷരങ്ങളോടുള്ള പ്രണയം തുടങ്ങുന്നത്. പിന്നീട് കയ്യിൽ കിട്ടിയ ബാലപ്രസിദ്ധീകരണങ്ങളും പുസ്തകങ്ങളും ഒക്കെ തനിയെ വായിച്ച് തുടങ്ങിയപ്പം അതൊരു വലിയ ലഹരിയായിട്ട് തന്നെ എനിക്ക് മാറി. പിന്നെ പുസ്തകത്താൾ തന്ന അറിവും ഭാവനയുമാണ് എന്നെ ഈ വായനയുടെ ലോകത്ത് ഇപ്പോഴും ഉറപ്പിച്ച് നിർത്തുന്നത്. പിന്നെ ഒരു എഴുത്തുകാരനാക്കി മാറ്റിയതും ആ വായന കാരണമാണ്. ഈ വായനാ ദിനത്തിൽ പുതിയ തലമുറയോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഡിജിറ്റൽ ലോകത്തിൻ്റെ റീലുകൾക്കും തിരക്കുകൾക്കും ഇടയിൽ പുസ്തകങ്ങളെ കൈവിടാതിരിക്കണം. ഗൂഗിളിന് നിങ്ങൾക്ക് വിവരങ്ങൾ തരാൻ കഴിയും, പക്ഷേ വായനയ്ക്ക് മാത്രമേ നിങ്ങളുടെ ചിന്തകളെ ആഴമുള്ളതാക്കാൻ കഴിയൂ. വായനയെക്കുറിച്ച് മലയാളത്തിൻ്റെ പ്രിയ കവി കുഞ്ഞുണ്ണി മാഷ് പാടിയ ആ വരികൾ എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. ആ പ്രശസ്തമായ 2 വരികൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. നിങ്ങളെല്ലാവരും പുതിയ പുസ്തകങ്ങളെ പ്രണയിക്കുക, പുതിയ ചിന്തകളിലേക്ക് നടന്നു കയറുക, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വായനാ ദിനാശംസകൾ.